നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടയ്ക്കൽ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെയുള്ള ശബ്ദിക്കുന്ന തെളിവുകളാണെന്നും ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനാവുന്ന തെളിവുകൾ ശരിയായി വിലയിരുത്തുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടുവെന്നും പ്രോസിക്യൂഷൻ വിലയിരുത്തൽ. പൾസർ സുനിയെ അറിയില്ലെന്ന ദിലീപിന്റെ വാദം നിഷേധിക്കുന്ന ഫോട്ടോ അടക്കം ഉണ്ടെന്നും നടി ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ പകർപ്പ് ദിലീപിന്റെ കൈവശം എത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകൾ ഹാജരാക്കാനായെന്നും പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നു. തൻ്റെ മൊബൈൽ ഫോണിലെ തെളിവ് നശിപ്പിക്കാൻ ദിലീപ് മുതിർന്നതിൻ്റെയും സാക്ഷികളുടെയും ജുഡീഷ്യൽ ഓഫീസർമാരുടെയും ചോദിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ തെളിവുകളും ഹാജരാക്കിയതായും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങി ദിലീപ്. തെറ്റായ പ്രോസിക്യൂഷൻ നടപടിയിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ദിലീപ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ദിലീപിന്റെ ആരോപണം. ഇടത് സഹയാത്രികനും മുൻ MLA-യുമായ സിനിമാ സംവിധായകൻ PT കുഞ്ഞുമോഹനെതിരെ സ്ത്രീത്വത്തെ അവമാനിച്ചെന്ന സംവിധായകരുടെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടും ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസിന് കൈമാറിയെന്ന് ആക്ഷേപം. നവംബർ 27-ന് ലഭിച്ച പരാതി ഡിസംബർ 2-നാണ് കണ്ടോൺമെന്റ് പോലീസിന് കൈമാറിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി ലഭിച്ച ദിവസം തന്നെ ADGPയെ വിളിച്ചു വരുത്തി രാത്രിയോടെ കേസെടുപ്പിച്ചിരുന്നു. എന്നാൽ PT കുഞ്ഞുമുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തത് ഡിസംബർ 8-നാണ്. വിവരം പുറത്തറിയുമെന്ന ഘട്ടം വന്നതോടെയാണ് 12 ദിവസത്തിനു ശേഷം പോലീസ് കേസെടുത്തതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ 7 ജില്ലകൾ ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 70.9% പോളിംഗ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം 67.4, കൊല്ലം 70.36, പത്തനംതിട്ട 66.78, ആലപ്പുഴ 71.76, കോട്ടയം 70.94, ഇടുക്കി 71.77, എറണാകുളം 74.58 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ ഇന്നലെ പരസ്യ പ്രചാരണം സമാപിച്ചു. ആവേശം നിറഞ്ഞുന്ന കൊട്ടിക്കലാശത്തിനിടെ പലയിടത്തും പ്രവർത്തകർ തമ്മിൽ കയ്യങ്കളി ഉണ്ടായി. 7 ജില്ലകളിലും ഇന്ന് നിശബ്ദ പ്രചരണം. കോഴിക്കോട് കൊട്ടിക്കലാശത്തിനിടെ കോൺഗ്രസ് നേതാവ് K. ജയന്തിന് പ്രചാരണ വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റു. വാരിയലിനും ശ്വാസകോശത്തിനും ക്ഷതമേറ്റ ജയന്തിനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. പാളയത്ത് കൊട്ടിക്കലാശത്തിനിടെയാണ് സംഭവം. തിരുവനന്തപുരത്തും എറണാകുളത്തും പോളിംഗ് ബൂത്തിൽ വച്ച് വോട്ടർമാർ കുഴഞ്ഞു വീണ് മരിച്ചു. കാലടി ശ്രീമൂലനഗരം അകവൂർ സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തി കുഴഞ്ഞു വീണ ശ്രീമൂലനഗരം സ്വദേശി ബാബു ആണ് എറണാകുളത്ത് മരിച്ചത്. തിരുവല്ലം മണമേൽ പ്ലാങ്ങൽ വീട്ടിൽ ശാന്ത ആണ് തിരുവനന്തപുരത്ത് മരിച്ചത്. തിരുവനന്തപുരം വാർഡിൽപ്പെട്ട പാച്ചല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 6-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയതായിരുന്നു ഇവർ. നടപടിക്രമങ്ങൾക്ക് ശേഷം ചൂണ്ടുവിരൽ മഷി പുരട്ടി ബൂത്തിൽ കയറവെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ലീഗ് വനിതാ സ്ഥാനാർത്ഥി BJP പ്രവർത്തനൊപ്പം ഒളിച്ചോടി. കണ്ണൂർ ചൊക്ലി ഗ്രാമപഞ്ചായത്തിൽ 3 ദിവസമായി കാണാതായെന്ന് പരാതി ലഭിച്ച UDF വനിതാ സ്ഥാനാർത്ഥിയെ ആൺ സുഹൃത്തിനൊപ്പം വിട്ടയച്ചതായി പോലീസ്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് ആൺ സുഹൃത്തിനൊപ്പം വിട്ടയച്ചത്. ശക്തമായ പോരാട്ടം നടക്കുന്ന വാർഡിലെ വോട്ട് ഭിന്നിപ്പിക്കാൻ CPM നടത്തുന്ന നാടകമെന്നായിരുന്നു യുവതിയെ കാണാതെയോടെ UDF ആരോപിച്ചിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിടെ ആവേശത്തിനിടെ പ്രതിപക്ഷ നേതാവിനോട് ചോദ്യങ്ങൾ നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലൈഫ് മിഷൻ, വിഴിഞ്ഞം തുറമുഖം, തുരങ്കപാത, തീരദേശ ഹൈവേ അടക്കം റെയിൽവേ വരെ UDF എതിർത്ത പദ്ധതികളിൽ ഇപ്പോഴത്തെ നിലപാട് തുറന്ന് പറയണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെ പ്രതിപക്ഷം എതിർക്കാതിരുന്നിട്ടുണ്ടോ? കോവിഡ് കാലത്ത് ജനങ്ങൾ ആശ്വാസമേകാൻ നൽകിയ ഭക്ഷ്യക്കിറ്റിനെ പോലും തെറ്റായ വ്യാഖ്യാനം നൽകി പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടില്ലേ? എന്തിനേയും എതിർത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ലാതെ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് ജനങ്ങളോട് പറയാനോ നല്ലതിനെ അംഗീകരിക്കാനോ തയ്യാറായിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. VC നിയമന തർക്കത്തിൽ അനുനയ നീക്കവുമായി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ടുകൾ. നിയമമന്ത്രി P. രാജു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഇന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കാണും. കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല നിയമന തർക്കത്തിനിടെയാണ് കൂടിക്കാഴ്ച. ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പുൽമേട് വഴിയുള്ള തീർത്ഥാടകർക്ക് മികച്ച ആശയവിനിമയ സൗകര്യമൊരുക്കാൻ BSNL താൽക്കാലിക ടവർ സ്ഥാപിക്കുന്നു. മകരവിളക്ക് ദർശനമായി 10,000 തടിച്ചുകൂടുന്ന പുൽമേട്ടിൽ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് 5 ദിവസത്തേക്കാണ് ഈ അധിക സംവിധാനം ഏർപ്പെടുത്തുന്നത്. ശബരിമല പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് ഇന്നലെ 51 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ ഉച്ചയോടെ 12 മണിക്കാണ് ചാലക്കയത്താണ് അപകടം ഉണ്ടായത്. പമ്പയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് പോയ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് പോയ ചെയിൻ സർവീസുമാണ് കൂട്ടിയിടിച്ചത്. എറണാകുളം മലയാറ്റൂരിൽ മുണ്ടങ്ങമറ്റത്തുനിന്ന് കാണാതെ വിദ്യാർത്ഥിനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മണ്ടങ്ങാമറ്റം സ്വദേശി ചിത്തപ്രിയയാണ് സെബിയൂർ ഗുരാപ്പള്ളി കയത്തിലെ ഗ്രൗണ്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ ഇന്നലെ കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിയായ ചിത്തപ്രിയ ശനിയാഴ്ചയാണ് കാണാതായത്. പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ശബരിമലയിൽ തിരക്ക് തുടരുന്നു. ഇന്നലെ വൈകിട്ട് 6 മണി വരെ ദർശനം നടത്തിയ 73,463 ഭക്തരാണ്. തിരക്ക് അനുസരിച്ച് പമ്പയിൽ നിന്ന് നിലയ്ക്കൽ നിന്നും ബാച്ചുകളായി തിരിച്ചാണ് വിശ്വാസികളെ മല കയറാൻ അനുവദിക്കുന്നത്.
അമ്മയുടെ മടിയിൽ ഇരിക്കുകയായിരുന്ന 1.5 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു. തൃശൂർ തൊഴിയൂർ രാപ്പറമ്പിൽ പടിക്കളത്തിൽ റംഷാദിന്റെ മകൻ നിഷാനാണ് കടിയേറ്റത്. മുഖത്ത് പരിക്കേറ്റ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഈ കുട്ടിയെ കൂടാതെ നായയുടെ കടിയേറ്റ നായങ്ങാടി കടവ് സ്വദേശി ജിതേഷിന്റെ മകൾ അഞ്ജലി, കർണാക്കിൽ സ്വദേശി കായൽ മുസ്തഫയുടെ മകൾ കിസ്മത്ത്, കല്ലൂർ സ്വദേശി LC എന്നിവരെയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണ ചർച്ചയിൽ ലോക്സഭയിൽ വാക്കേറ്റം. BJPക്കും കേന്ദ്ര സർക്കാരിനും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ രാജ്യദ്രോഹം വോട്ട് മോഷണമാണെന്നും അതിനപ്പുറം മറ്റൊന്നുമില്ലെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. മദ്രാസ് ഹൈക്കോടതി ജഡ്ജി GR സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യാൻ നോട്ടീസ് നൽകി പ്രതിപക്ഷ നേതാക്കൾ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ രൂപീകരിച്ചായി കേന്ദ്രം ലോക്സഭയിൽ അറിയിച്ചു. 50.14 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരും ഏകദേശം 69 ലക്ഷം പെൻഷൻകാരും കമ്മീഷന്റെ പരിധിയിൽ വരും. വിമാനയാത്രക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ഇൻഡിഗോ കമ്പനിക്കെതിരെ കടുത്ത നടപടി തുടങ്ങി കേന്ദ്ര സർക്കാർ. 10% ഇൻഡിഗോ സർവീസുകൾ വെട്ടിക്കുറച്ച് വ്യോമയാന മന്ത്രാലയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ ഇൻഡിഗോയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു അറിയിച്ചു. ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സൺ മന്ത്രിയുടെ മുന്നിൽ കൈകൂപ്പുന്ന ചിത്രം അടക്കമാണ് കേന്ദ്രമന്ത്രിയുടെ ട്വീറ്റ്. CEO ഇന്നലെയും മന്ത്രി വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിരുന്നു. അമിത നിരക്ക് വർധനം തടയണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളിൽ ഒരിളവും ഇന്ത്യയ്ക്ക് നൽകില്ലെന്നും വ്യോമയാന മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെ തൽസ്ഥാനങ്ങളിൽ നീക്കാനും നിർദ്ദേശം നൽകും. സ്ഥിതി സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുവെന്നും യാത്രക്കാർക്ക് പ്രതിസന്ധിയുണ്ടാക്കുന്ന ഒരു നടപടിയും അനുവദിക്കില്ലെന്നും വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു ലോക്സഭയിൽ പറഞ്ഞു. വായു മലിനീകരണ തോത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ദില്ലി നടത്തിയ എല്ലാ ഹോട്ടൽ റെസ്റ്റോറൻറ്റിലും ഓപ്പൺ ഹീറ്ററിലും ഡ്രില്ലിങ്ങിനായി കൽക്കരിയും വിറകും ഉപയോഗിക്കുന്ന തന്തൂർ അടുപ്പുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.